ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആഗോള സുവിശേഷീകരണ പ്രക്രിയയിൽ പ്രധാന സ്ഥാനം വഹിക്കുന്ന ഗിദെയോൻ ഇൻ്റർനാഷണലിൻ്റെ ഒരു വക്താവായി ഈ തിരുമല സഭയിലും വന്ന് നിങ്ങളെ കാണുവാൻ ഇടയായതിൽ വലിയ കർത്താവിനെ ഞാൻ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. ഒരു ഗിദെയൻ്റെ ബൈബിൾ, നീല ബൈബിൾ എടുത്ത് ഉയർത്തിക്കൊണ്ട് സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഈ ബൈബിൾ എൻ്റെ കയ്യിൽ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്നേ നിലത്തിന് വളമായി തീരുമായിരുന്നുവെന്ന്. ആ സദസ്സിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി, വളരെ സന്തോഷവും തോന്നി. അദ്ദേഹം ഡൈസിൽ ഇരുന്നത് പറഞ്ഞപ്പോൾ സദസ്സിൻ്റെ പിറകുവശത്ത് ഞാനിത് കേൾക്കുകയായിരുന്നു. ഞാൻ അത്ഭുതസ്തബ്ധനായിപ്പോയി. കാരണം വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ട ആ യുവാവ് ഇന്നിങ്ങനെ ഒരു സാക്ഷ്യം പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷവും തോന്നി. ഞങ്ങൾ ഒരുമിച്ച് കൊട്ടാരക്കരയ്ക്കടുത്ത് ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുകയായിരുന്നു. അദ്ദേഹം വളരെ ശാന്തനും വളരെ മാന്യനും മര്യാദക്കാരനുമായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു സാക്ഷ്യം അവിടെ പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, വളരെ മാന്യനായ ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ പഴയ കാലം, ആ പഴയ കാലത്തെ ഓർത്ത് താൻ വിലപിക്കുകയായിരുന്നു. എന്തായിരുന്നു എന്നറിയാമോ? ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ എന്നേ മരിച്ചു പോകേണ്ടവനായിരുന്നു, എന്നെ രക്ഷപ്പെടുത്തിയത് ഈ ഗിദെയോൻ ബൈബിളാണ്. ഒരു ദിവസം താൻ എന്ത് ചെയ്യുന്നറിയാമോ? താൻ തൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുവാൻ തീരുമാനിച്ചു, മതിയാക്കി. കാരണം പഞ്ചായത്തിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഇത്തിരി അല്പസ്വല്പമായി കൈക്കൂലിയൊക്കെ കിട്ടും. ഇതൊക്കെ കൊണ്ട് ഇദ്ദേഹം ഇത്തിരി കള്ളു കുടിക്കാനും മയക്കുമരുന്നിനുമൊക്കെ അടിമയായിപ്പോയി. നല്ല സുന്ദരമായ ഒരു കുടുംബം, 2 കുഞ്ഞുങ്ങൾ. അപ്പച്ചൻ മരിച്ചുപോയി, അമ്മ ഉണ്ട്, ഭാര്യ, സ്നേഹത്തോടെ ഇടപെടുന്ന ഭാര്യ, പ്രിയപ്പെട്ടവൾ. അവർ നല്ല ഒരു കുടുംബത്തിൽ ജീവിച്ചിരിക്കുമ്പോഴാണ് തൻ്റെ സ്വഭാവത്തിന് വ്യത്യസ്തത സംഭവിച്ചു. ആ വ്യത്യാസത്തിൽ താൻ എന്ത് ചെയ്തെന്നറിയാമോ? താൻ കള്ളിനും മയക്കുമരുന്നിനും അടിമയായിപ്പോയി. ആ മനുഷ്യൻ അങ്ങനെ കുറേ നാൾ തുടർന്നു കൊണ്ടേയിരുന്നു. വർഷങ്ങൾ ചിലത് കഴിഞ്ഞു. തൻ്റെ സ്വഭാവത്തിൻ്റെ വ്യത്യസ്തത കൊണ്ട് താൻ വീട്ടിൽ ചെന്ന് കയറുമ്പോഴേ കുഞ്ഞുങ്ങളൊക്കെ ആ പപ്പായെ കാണുമ്പോൾ ഓടി മറയും. കാരണം പപ്പ വരുമ്പോഴേ കുഞ്ഞുങ്ങളെ അടിക്കുന്ന ഒരവസ്ഥയായി. ഭാര്യയും തൻ്റെ മർദ്ദനം വളരെ കൂടുതലായതുകൊണ്ട് ഭാര്യയും ആ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ വിട്ട് ഒറ്റയ്ക്ക് ജീവിക്കേണ്ട അവസ്ഥ വന്നു. അങ്ങനെ കുറേ നാൾ പോയി. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ വ്യത്യസ്തത കൊണ്ട് തന്നെ സ്നേഹിച്ച അമ്മയും ആ മകനെ വിട്ട് അമ്മയുടെ ആങ്ങളയുടെ വീട്ടിലേക്ക് പോയി താമസിക്കേണ്ട വന്നു. അങ്ങനെ കുറേ നാൾ അങ്ങനെ കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം താൻ വിചാരിച്ചു, മതി, ഇനി ജീവിച്ചിരുന്നിട്ട് കഥയില്ല. പുറത്തേക്ക് ഇറങ്ങിയാൽ ആൾക്കാർ എടുക്കാത്ത നാണയത്തുട്ടനെ തിരിച്ചു മറിച്ചു വിട്ട് നോക്കുന്നത് പോലെ എന്നെ നോക്കുന്നുവല്ലോ, മതി. നല്ല കുടുംബത്തിൽ പിറന്ന ഒരു മനുഷ്യൻ, നല്ല സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം തീരുമാനിച്ചു മതിയെന്ന്. അന്ന് വൈകുന്നേരം സന്ധ്യയോടടുക്കുന്ന സമയം, ആരും വീട്ടിലില്ലാത്ത ആ സമയത്ത് താൻ തൻ്റെ ബെഡ്റൂമിൽ കയറി ഒരു സ്റ്റൂള് പിടിച്ചിട്ടിട്ട് അവൾ ഒരു വേസ്റ്റ് മുണ്ടെടുത്ത് ഫാനിൽ കുരുക്കി മതിയാക്കാനായി തീരുമാനിച്ചു, മരിക്കാൻ തീരുമാനിച്ചു. പതുക്കെ അദ്ദേഹം ആ സ്റ്റൂളിൽ കയറി കുരുക്കിട്ട് കഴിഞ്ഞപ്പോൾ അടുത്ത നിമിഷം മരിക്കുകയാണ്. എന്തോ ഒരു അക്ഷരം പോലെ എന്തോ ഒരു സ്വർണ്ണ കളർ പെട്ടെന്ന് തൻ്റെ കണ്ണിൽ പതിച്ചു. മരിക്കാൻ നിൽക്കുന്നവൻ്റെ മനസ്സിലൊരു വേറെ ഒരു ചിന്ത വരുമ്പോൾ ആ ചിന്തയിലേക്ക് പെട്ടെന്ന് മാറി അദ്ദേഹം താഴെ ഇറങ്ങി അലമാരയുടെ മുകളിൽ എന്തോ ഇരിക്കുന്നു. അതെടുത്ത് നോക്കിയപ്പോൾ പുതിയ നിയമവും സങ്കീർത്തനങ്ങളും എന്ന ആ ഗിദെയോൻ്റെ ഒരു ബൈബിൾ. പണ്ടെങ്ങോ ഒരു ദിവസം അദ്ദേഹം പഞ്ചായത്തിൽ ജോലി ചെയ്തിരുന്നപ്പോൾ സർട്ടിഫിക്കറ്റൊക്കെ എഴുതി കൊടുത്തപ്പോൾ ഏതോ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് സമ്മാനിച്ചു ഈ ബൈബിൾ. അദ്ദേഹം പറഞ്ഞു, എനിക്കെന്തിനാ ഈ ബൈബിൾ?
എൻ്റെ വീട്ടിൽ വന്നാൽ ഒന്നാം തരം ലെതറിട്ട ബൈബിളുണ്ട്. ഞാൻ മതിലേക്കുരുത്ത ക്രിസ്ത്യാനിയാണ്, എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. കൊടുത്താൾ പറഞ്ഞു, ഇരിക്കട്ടെ, എന്നെങ്കിലും ഇതിൻ്റെ ആവശ്യം വരും, ആർക്കെങ്കിലും ഉപകരിക്കും. അങ്ങനെ അദ്ദേഹം അന്ന് വാങ്ങിച്ച ആ ബൈബിൾ അലക്ഷ്യമായി തൻ്റെ ബാഗിൽ വെച്ച് വീട്ടിൽ കൊണ്ടുചെന്ന് അത് ദൈവവചനമാണല്ലോ എന്നുള്ള അവസ്ഥയിൽ അദ്ദേഹം അലമാരയുടെ മുകളിലിട്ടു. വർഷങ്ങൾ ചിലത് കഴിഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിനൊക്കെ മാറ്റം വന്നതിന് ശേഷം ഒരു 7-10 വർഷം കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ ബൈബിൾ തനിക്ക് വ്യത്യസ്തത വരുത്തി. ആ രാത്രിയിൽ അദ്ദേഹം തൻ്റെ ഉദ്യമത്തിൽ നിന്നും പിന്മാറി ബൈബിൾ ഉടനീളം വായിച്ചു. ഗിദെയോൻ്റെ ബൈബിളിൻ്റെ ആദ്യവും അവസാനവും ഒക്കെ ചില പേജുകൾ അഡീഷണലായിട്ട് എഴുതി ചേർത്തിട്ടുണ്ട്. സങ്കടം വരുമ്പോൾ വായിക്കേണ്ട വാക്കുകൾ, വിഷമം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരും, ഇങ്ങനെയൊക്കെയുള്ള ചില കോട്ട് ചെയ്ത വാക്യങ്ങളും അവിടെ എഴുതി. ഇതൊക്കെ എടുത്ത് വായിച്ച് തൻ്റെ മനസ്സിന് വളരെ വ്യത്യസ്തത വന്നു. രാവേറെ ചെല്ലുന്നതുവരെ അദ്ദേഹം വായിച്ചു. രാത്രിയായപ്പോൾ തൻ്റെ ഹൃദയത്തിന് വല്ലാത്ത വിഷമം തോന്നി. പെട്ടെന്ന് തൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഓർത്തു. ആ രാത്രിയിൽ തന്നെ അദ്ദേഹം തൻ്റെ പൊട്ട ബൈക്ക്, നല്ല ബൈക്കായിരുന്നു, ആ ബൈക്കൊക്കെ നശിച്ചു. വീട് മുഴുവൻ അഴുക്കായി, വീട് നോക്കാനും കാണാനും ആരുമില്ല, മുറ്റം മുഴുവൻ പോച്ച കയറി നശിച്ചു കിടക്കുകയാണ്, പുല്ല് കുരുത്തു. ഇദ്ദേഹത്തിന് 24 മണിക്കൂറും കള്ള് കുടിച്ചിങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥ. പെട്ടെന്ന് തനിക്ക് വന്ന മാറ്റത്തിൽ അന്ന് രാത്രിയിൽ തന്നെ, രാത്രി കഴിഞ്ഞു പുതിയൊരു പ്രഭാതമായപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ബൈക്കെടുത്ത് അവിടെ നിന്ന് ഏതാണ്ട് 16-17 കിലോമീറ്റർ ദൂരമുള്ള തൻ്റെ ഭാര്യയുടെ വീട്ടിൽ ചെന്നു. ഭാര്യയുടെ വീട്ടിൽ ചെന്ന് അവിടെ കോളിംഗ് ബെല്ല് അടിച്ചപ്പോൾ സിറ്റ് ഔട്ടിൽ ആരോ വന്നു എന്ന് കരുതി അവിടുത്തെ അമ്മച്ചി, ഭാര്യയുടെ അമ്മ, പെട്ടെന്ന് സിറ്റ് ഔട്ടിൽ വന്ന് നോക്കിയപ്പോൾ, ഗ്ലാസ്സിൽ കൂടെ നോക്കിയപ്പോൾ വന്നിരിക്കുന്നു മരുമൻ. എന്തോ വിഷയമുണ്ടെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് മകളെ വിളിച്ചു. ഇതാ വന്നിരിക്കുന്നു നിൻ്റെ ഭർത്താവ്, എന്തോ പ്രശ്നങ്ങളാണ്. അവർ വന്ന് സിറ്റ് ഔട്ടിൽ ആ ജനലിൻ്റെ ഗ്ലാസ്സിൽ കൂടെ നോക്കിയപ്പോൾ ഇദ്ദേഹം കരയുകയാണ്, കണ്ണിൽ കൂടെ ഈറനണിയുകയാണ്. ഉറക്കെ പറഞ്ഞു, ഞാൻ എൻ്റെ മനസ്സ് മാറ്റി. എനിക്ക് ഈ രാത്രിയിൽ എനിക്ക് ഒരു ബൈബിൾ കിട്ടി. നമ്മുടെ വീട്ടിലിരിക്കുന്ന ബൈബിളൊന്നുമല്ല, അതുപോലുള്ളതൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരു കൊച്ചു ബൈബിൾ. അപ്പോൾ ബൈബിളിനെ കുറിച്ച് വ്യക്തമായ വിവരം ഒന്നും ഇല്ലല്ലോ. ഞാനത് വായിച്ചപ്പോൾ എനിക്കുണ്ടായ മനസ്താപം കൊണ്ടാണ് ഞാൻ നിന്നെയും കുഞ്ഞുങ്ങളെയും കൂട്ടിപ്പാൻ വന്നതാണ്. പെട്ടെന്ന് ആ അമ്മച്ചി കതക് തുറന്നു. എന്നിട്ടും ഭാര്യയ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. തുറന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് അവൻ കരഞ്ഞ് ആ കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. അമ്മ പ്രാർത്ഥിക്കുന്ന പതിവുള്ള ഒരു അമ്മാവിയമ്മയായിരുന്നു. ആ അമ്മ പ്രാർത്ഥിച്ചു. രാത്രിയിൽ തന്നെ ആ കുഞ്ഞുങ്ങളെയും ഭാര്യയെയും കൂട്ടി തൻ്റെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോൾ നല്ല മരുമകളായ തൻ്റെ ഭാര്യ പറഞ്ഞു, അമ്മയും കൂടെ വിളിക്കണം. അന്ന് രാത്രിയിൽ തന്നെ അമ്മയുടെ ആങ്ങളയുടെ വീട്ടിൽ താമസിച്ചിരുന്ന ആ വീട്ടിൽ ചെന്ന് ആ അമ്മച്ചിയെയും വിളിച്ച് ആ വീട്ടിൽ വന്നു. അന്ന് രാത്രിയിൽ അവരുറങ്ങിയില്ല. അന്ന് രാത്രിയിൽ അവർ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. നേരം പുലരാറാവുന്നതുവരെയും കരഞ്ഞും പ്രാർത്ഥിച്ചും കൊണ്ട് തൻ്റെ മകൻ തിരിച്ചു വന്ന വഴികൾ ഓർത്തമ്മച്ചിയും തൻ്റെ ഭർത്താവിന് വന്ന വ്യത്യാസം കൊണ്ട് ആ അമ്മയും ആ ഭാര്യയും ഒക്കെ പ്രാർത്ഥിച്ചു. കുഞ്ഞുങ്ങൾ അപ്പോഴും ഉറങ്ങുകയാണ്. അവർ രാവിലെ വരെയും കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് പ്രാർത്ഥിച്ചിട്ട് അന്ന് മുതൽ അദ്ദേഹത്തിന് ഒരു മാനസാന്തരം വന്നു. അന്ന് മുതൽ അദ്ദേഹം ഒരു പുതിയ മനുഷ്യനായി. ഇന്ന് അദ്ദേഹം എൻ്റെ വീടിനടുത്ത് കിലായുടെ ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ സൂപ്രണ്ടായിട്ട് കൊട്ടാരക്കര ETCയിൽ എക്സ്റ്റൻഷൻ ട്രെയിനിങ് സെൻറ്ററിൽ സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യുന്നു. പ്രിയപ്പെട്ടവൻ, കഴിഞ്ഞ ആഴ്ചയിൽ കൂടെ എന്നെ കണ്ടപ്പോൾ പറഞ്ഞ, അച്ഛാ എന്നെക്കുറിച്ചുള്ള സാക്ഷ്യം പറയാറുണ്ടോ? ഞാൻ പറഞ്ഞു, പറയുന്നുണ്ടോ? പറയണം, എനിക്കും പറയണം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞ അനേക സാക്ഷ്യങ്ങളിൽ ഒരു സാക്ഷ്യം മാത്രമാണ് ഈ പറഞ്ഞത്. അനേകരുടെ ജീവിതത്തിന് വ്യത്യാസം വരുത്തിയ ഒരു ബൈബിൾ, ആ ബൈബിൾ അവൻ്റെ കയ്യിലെത്തിയപ്പോഴേക്കും അവരുടെ ജീവിതത്തിൽ എന്ന വ്യത്യാസം. പ്രിയരെ, ഈ ബൈബിൾ ഓരോ മനുഷ്യരുടെയും കയ്യിൽ ഫ്രീ ആയി എത്തിക്കുക എന്ന ദൗത്യവും പേറി വന്നവരാണ് ഞങ്ങൾ. കഴിഞ്ഞ രാത്രിയിൽ പ്രിയ സത്യരാജ് ബ്രദർ കേട്ടു, ഞങ്ങൾക്ക് ഇവിടെ ഗിദെയോൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകരാഷ്ട്രങ്ങളിൽ ഏതാണ്ട് 207-208 രാഷ്ട്രങ്ങളുള്ളതിൽ 199 രാജ്യത്തിലും ഈ ഗിദെയോൻ എന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്.
ഇന്നേക്ക് 126 വർഷങ്ങൾക്ക് മുമ്പ് 1898 തുടങ്ങിവെച്ച അമേരിക്കയിൽ തുടങ്ങിയ ഈ പ്രസ്ഥാനം ഇന്നും നൈരന്തര ഭംഗമില്ലാതെ നിർവിഘ്നം അതിൻ്റെ ഓട്ടം ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ത്യയിൽ ഇത് വന്നിട്ട് ഏതാണ്ട് 65 വർഷക്കാലത്തോളമായി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞതിൻ്റെ സാരം നിങ്ങൾ കേട്ടുവല്ലോ. ഓരോ മനുഷ്യരുടെയും കയ്യിൽ ഫ്രീ ആയി ഈ ബൈബിൾ എത്തിക്കുക എന്നുള്ള ദൗത്യം. ഒരു ബൈബിൾ ഫ്രീ ആണെന്ന് പറയുമ്പോൾ ആ ബൈബിൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ 50 രൂപ അതിനാവശ്യമുണ്ട്. ആ 50 രൂപ അതെവിടെ നിന്ന് കിട്ടും? മുൻകാലങ്ങളിൽ ഈ സഭയിൽ നിന്നും ഞാൻ പറയട്ടെ, അടിവരയിട്ട് പറയട്ടെ, ഞാൻ വരുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ തിരുമല സഭ അവരുടെ പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല, അവരിതിനൊക്കെ വളരെ സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും ആൾക്കാരാണ്. മാത്രമല്ല ഇവിടുത്തെ മൂപ്പന്മാരിൽ തന്നെ ഇവിടുത്തെ ഗിദെയോൻ്റെ അംഗങ്ങളാണ്. പിന്നെ നമ്മൾ പറഞ്ഞ സ്ഥിതിക്കൊന്ന് പോകുക, അത് മാത്രമേ ഉള്ളെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ വഴിയിലൊന്ന് പറഞ്ഞു എന്ന് മാത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും അധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ വില, നിങ്ങളിൽ ചിലരൊക്കെ ഉമിതിന്ന് അരിതേടി വെച്ച പണത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ് ആ ജിബുമോൻ രക്ഷപ്പെട്ടതെങ്കിൽ, പ്രിയരെ, ഇന്നും അത് തുടരുകയാണ്. ആ ഒരു ബൈബിൾ, 50 രൂപയുടെ ബൈബിൾ, 2 ഏത്തയ്ക്കാപ്പവും 1 കാപ്പിയും. 2 ഏത്തയ്ക്കാപ്പം 15 30 രൂപ. ഇന്നലെ ഞങ്ങൾ ഇവിടെ നിന്നൊരു കാപ്പി പിടിച്ചപ്പോൾ 20 രൂപ. 30 20 50. ആ 50 രൂപയുണ്ടല്ലോ, അത് പ്രതിപ്രവർത്തിച്ച് അതൊരു മനുഷ്യൻ്റെ ജീവിതത്തിന് വ്യത്യസ്തത വരുത്തി. സവിസ്തരം ആയിരങ്ങളുടെ മുൻപിൽ നിന്ന് ദൈവവചനം വാരി വിതറിക്കൊടുക്കുന്ന ജിബുമോൻ ഇന്ന് സർക്കാർ ഉദ്യോഗസ്ഥനെങ്കിലും അദ്ദേഹം ഒരു സുവിശേഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ്. പ്രിയപ്പെട്ടവരെ, അനേകരെ നേടുവാൻ ഇടയായി. ഞാൻ ഇത് പറഞ്ഞു എന്ന് മാത്രം. നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ വർഷം നമ്മൾ കൊടുത്തത് 4,50,000 ബൈബിൾ കൊടുത്തു. ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ കൊടുത്തത് 55 ലക്ഷം ബൈബിൾ കൊടുത്തു. കഴിഞ്ഞ വർഷം ലോകത്താകമാനം 5,38 ലക്ഷം ബൈബിൾ നമ്മൾ ഫ്രീ ആയി ഗിദെയോൻ കൊടുത്തു. ഇതൊന്നും ഫ്രീ അല്ല. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായങ്ങൾ. ആ സഹായം ഓർത്തുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നത്. പണം മാത്രമല്ല. പണം രണ്ടാമത്തെ കാര്യമാണ്. പിന്നെയോ ഒന്നാമത്തെ കാര്യം, മുൻകാലങ്ങളിൽ നിങ്ങൾ ഗിദെയോനെ ഓർത്ത് പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് ഇന്നും ആ പ്രസ്ഥാനം നിലനിൽക്കുന്നത്. നിങ്ങൾ തീർച്ചയായും എൻ്റെ പ്രിയ സഭ മുൻകാലങ്ങളിൽ തുടർന്നു വരുന്നത് പോലെ അല്പവും കൂടെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അതിനനുസരിച്ച് പ്രതിഫലവും നിങ്ങൾക്ക് ലഭിക്കും. അതിനും അപ്പുറമായി ഈ പ്രവർത്തനം അഭംഗുരം നടക്കും. പ്രിയരെ, ഒരു ബൈബിളിൻ്റെ വ്യത്യാസം, ഒരു ബൈബിളിന് കൊടുത്ത അതിൻ്റെ പ്രതിപ്രവർത്തനം. അങ്ങനെയെങ്കിൽ ഈ 5,30,000 ബൈബിളാണ് നമ്മളിപ്പോൾ ഇനി കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത്രയും ബൈബിൾ, ഒരു ബൈബിൾ പ്രവർത്തിച്ചാൽ അതിൻ്റെ മാറ്റം അതിഭയങ്കരമായിരിക്കും. ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് ഒരു ബൈബിൾ ഒരു ദിവസം കൊടുക്കുവാൻ കഴിയുന്നുവെങ്കിൽ, നിങ്ങളിൽ പലർക്കും ഒരു പക്ഷെങ്കിൽ ബൈബിൾ മറ്റൊരാളെ കൊടുക്കുവാൻ സൗകര്യപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഒരു ബൈബിളെങ്കിൽ 30 ദിവസം ഞാൻ ഒരു ബൈബിൾ 30 ദിവസം 30 പേരെ കയ്യിൽ കൊടുക്കാൻ ഞങ്ങൾ സന്തോഷിക്കുന്നു. അതാണ്ട് അതിൻ്റെ പൈസ ദാട്ട് തന്നാട്ടെ എന്ന് പറഞ്ഞാൽ സത്യരാജൻ ബ്രദറിൻ്റെ കൊടുത്താൽ അദ്ദേഹം ആ പൈസ വാങ്ങിക്കും. അതിന് റെസീറ്റും എഴുതി കൊടുക്കും. ഒരു വർഷം കൊടുക്കുന്നവർ പലരും ഉണ്ട്. കൊട്ടാരക്കര ക്യാമ്പിൽ ഞങ്ങൾ 100 പേരോളം ഉണ്ട്. അതിലെ ചിലരൊക്കെ ഒരു ബൈബിൾ ഒരു ദിവസം വെച്ച് 365 ദിവസം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളവരുണ്ട്. ഓമല്ലൂർ ഒരു സഭയിൽ ചെന്നപ്പോൾ അവിടുത്തെ അമ്മച്ചി പറഞ്ഞു, മക്കളെ, പിള്ളേരെ അയച്ചു തന്ന പൈസ ഇത്തിരി ഉണ്ട്, അത് എത്ര ആവും ഒരു വർഷത്തേക്ക്? ഞാൻ പറയും ഇത്ര ആവും. അപ്പോൾ പറഞ്ഞതാണ്ട് മൂപ്പൻ്റെ കൊടുത്താട്ട് അദ്ദേഹം തരുമെന്ന് പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞ ആ അമ്മച്ചി അടുത്തിടയ്ക്ക് വിളിച്ച്, മക്കളെ ഇച്ചിരി പൈസയും കൂടെ എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ അമ്മച്ചിയുടെ ആഗ്രഹവും സ്നേഹവും ദൈവവചനത്തോടുള്ള അദമ്യമായ അടക്കാനാവാത്ത ആവേശം, ദൈവം ഇതിനൊക്കെ കണക്ക് കൂട്ടി പ്രതിഫലം കൊടുക്കും. ദൈവം കണക്ക് കൂട്ടലില്ലാത്ത ഒരാളാണ് അല്ലെങ്കിൽ ഒരു ദൈവമാണ് എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അയ്യോ, അല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് പ്രതിഫലിച്ചു കാണുന്നത് തന്നെയാണ്. ദൈവം കണക്ക് കൂട്ടി കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. മലാക്കി പ്രവചനത്തിലേക്ക് നമുക്ക് വരാം. ആ ഗിദെയോനോടുള്ള ബന്ധത്തിൽ തന്നെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. തൽക്കാലം ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. 10:52 ഞാൻ എൻ്റെ സമയത്തിലേക്ക് തിരിച്ച് വരേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, മലാക്കി പ്രവചനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം ഒന്ന് ഉറക്കെ വായിച്ചാൽ നന്നായിരുന്നു. മലാക്കി പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം.
ഞാൻ തന്നെ വായിക്കാം. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. വാങ്ങിക്കാൻ വന്നവൻ പറഞ്ഞ വാക്യമാണെന്ന് നിങ്ങളിത് കരുതരുത്. ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയുന്നു എന്ന് മാത്രം. പൈസയും പണവും ദശാംശവും ഒക്കെ പണത്തിൻ്റെ മാത്രമാണെന്ന് കരുതരുത്. ദശാംശം എന്ന് പറയുന്നത് സമയത്തിനും ഉണ്ട്. അതിൽ നാം കേന്ദ്രീകരിച്ചുവെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയിലും ഓർക്കുമെന്ന് ഞാൻ ഇടയ്ക്ക് പറഞ്ഞു എന്ന് മാത്രം. പ്രിയപ്പെട്ടവരെ, ഇവിടെ മലാക്കി പ്രവചനം പറയുകയാണ് എന്ത്? നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കുവാൻ. ദൈവത്തെ പരീക്ഷിക്കുവാൻ ദൈവം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിവിടെ മാത്രം. ഇസ്രായേൽ ജനം അവരുടെ ആ യാത്രയിൽ ദൈവത്തെ അനേക പ്രാവശ്യം പരീക്ഷിച്ചപ്പോഴൊക്കെ അവർക്ക് അതിൻ്റെ തിക്ത അനുഭവവും ലഭിച്ചു. നാം വായിക്കുന്നുണ്ടോ? ഇസ്രായേൽ മക്കൾ ദൈവത്തെ പരീക്ഷിച്ചു, അവർക്ക് അപ്പോഴപ്പോൾ അതിൻ്റെ ശിക്ഷണ നടപടികളും ലഭിച്ചു. എന്നാൽ നാം പരീക്ഷിച്ചിട്ടുണ്ടല്ലോ എത്രയോ പ്രാവശ്യം ദൈവം നമ്മളെ ശിക്ഷിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ പരീക്ഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ദൈവം നമ്മോടെ. നിങ്ങൾ ഇവണ്ണം എന്നെ പരീക്ഷിപ്പിനെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഈ മലാക്കി പ്രവചനം എഴുതുന്നത് തന്നെ ബാബിലോൺ പ്രവാസത്തിന് ശേഷം എഴുതിയ പുസ്തകമാണ് ഈ മലാക്കി പ്രവചനം. അതിൻ്റെ ഹഗായി, സഖരിയ, അത് കഴിഞ്ഞിട്ട് മലാക്കി പ്രവചനം. ഈ മലാക്കി പ്രവചനം എഴുതുന്നത് തന്നെ ഇസ്രായേൽ മക്കളുടെ ആ പിന്തിരിപ്പൻ സ്വഭാവം, ഇസ്രായേൽ മക്കളുടെ നന്ദിയില്ലായ്മ, ഇസ്രായേൽ മക്കളുടെ പാപത്തെ ഉദ്ബോധിപ്പിക്കുവാനായി മലാക്കി എഴുതിയ ഈ പ്രവചന പുസ്തകത്തിൽ അനേക സ്ഥലങ്ങൾ, ഏതാണ്ട് 32ഓളം സ്ഥലങ്ങളിൽ ഈ ഇസ്രായേലിൻ്റെ ഈ സ്വയന്യായീകരണ സ്വഭാവം തെളിഞ്ഞു കാണുന്നുണ്ട്. അവരോട് എന്ത് പറഞ്ഞാലും അതങ്ങനെയാണോ, ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തോ, ഞാനങ്ങനൊന്നും ചെയ്തിട്ടില്ല. ചിലരൊക്കെ നമ്മുടെ വീട്ടിലെ കൊച്ചുങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചാൽ, മക്കളെ നീ ഇതെന്ത്, എന്തോ ചെയ്ത് ഞാനങ്ങനൊന്നും ചെയ്തിട്ടില്ല. കീഴുദ്യോഗസ്ഥരോടോ മേലുദ്യോഗസ്ഥരോടോ, സാറേ അല്ലേ നിങ്ങൾ എന്താ ഇങ്ങനെ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എടുത്ത് പറയുന്ന ചില ഒരു വ്യത്യസ്ത സ്വഭാവക്കാരാണ് ഈ മലാക്കി പ്രവചനത്തിലെ ഇസ്രായേൽക്കാരെ. ഇസ്രായേലിനെ നോക്കുമ്പോൾ ഇസ്രായേലിൻ്റെ മലാക്കി പ്രവചനത്തിൽ 1-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, എന്നോടുള്ള ബഹുമാനം എവിടെ? അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം, ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവ അവൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. അതിന് നിങ്ങൾ, ഏതിനാൽ ഞങ്ങൾ നിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു? എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത്? നിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു. അവർ സ്വയമായി ന്യായീകരിക്കുകയാണ്. താഴോട്ട് വീണ്ടും വായിക്കുന്നുണ്ട്. അതിൻ്റെ 7-ാമത്തെ വാക്യം തന്നെ, എന്നാൽ നിങ്ങൾ എൻ്റെ യാഗപീഠത്തിന്മേൽ മലിനഭോജനം അർപ്പിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ അടുത്ത അവർ ചോദിക്കുക, എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു? തിരിച്ചു ചോദിക്കുക, തിരിച്ചങ്ങോട്ട് ചോദിക്കും, ഏത്? ഞങ്ങളൊന്നും എനിക്കറിയാൻ വയ്യ, ഞങ്ങൾക്കറിയാമോ, ഞങ്ങളങ്ങനൊന്നും ചെയ്തിട്ടില്ല. സ്വയന്യായീകരണം. താഴോട്ട് വായിക്കുന്നുണ്ട് വീണ്ടും അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മുഷിപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്നെ മുഷിപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദൈവത്തെ മുഷിപ്പിക്കുന്നു, ദൈവത്തെ ബഹുമാനിക്കുന്നില്ല, ദൈവം പറയുന്നതിന് വിരുദ്ധമായി പറയുന്നു. അപ്പോഴൊക്കെ ജനം അങ്ങോട്ട് ചോദിക്കുകയാണ്, എന്തോന്ന്? ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലേ എന്നുള്ള രീതി. അങ്ങനെ താഴോട്ട് പറഞ്ഞു വരുമ്പോഴാണ് അതിൻ്റെ 8-ാമത്തെ വാക്യം, മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? 3:9, മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും തന്നെ. നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകും.
താഴോട്ട് വായിക്കുന്നു, നാം നേരത്തെ വായിച്ചത് ആ വാക്യത്തിൻ്റെ അവസാനം വായിക്കുന്നുണ്ട്, എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ മുൻപ് പറഞ്ഞിരുന്ന ഓരോ വാക്കുകളിലും അവരൊന്നും അല്ലേ, ഞാനൊന്നും അറിഞ്ഞില്ലേ, ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ, അങ്ങനെയൊക്കെ ആയിരുന്നോ കാര്യങ്ങൾ? എന്താ എന്ന് പറയുന്ന ജനത്തോട് ദൈവം തിരിച്ചങ്ങോട്ട് പറയുകയാണ്, പരീക്ഷിച്ചോ. ദൈവം പറയുകയാണ്, ഇവണ്ണം എന്നെ എങ്ങനെ? നിങ്ങളുടെ ഭണ്ഡാരത്തിലെ എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം നിങ്ങളെ അനുഗ്രഹിക്കുകയില്ലയോ? ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന ഒരു സംഭവമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നോഹയുടെ കാലത്ത് ദൈവം ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നു. 40 ദിവസം ഈ ഭൂമിയിലൊക്കെയും വെള്ളം കൊണ്ട് നിറഞ്ഞു. ഭൂമി നിറഞ്ഞു. ഭൂമി നിറയുവാൻ കാരണം ദൈവം ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നു. പ്രിയപ്പെട്ടവരെ, ആ ദൈവം അതേ വാക്ക് പറയുകയാണ്, ഞാൻ ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് ഭൂമിയെ മുഴുവൻ വെള്ളം കൊണ്ട് നിറച്ചു എങ്കിൽ ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കയില്ലയോ? എന്നിങ്ങനെ നിങ്ങൾ എന്നെ പരീക്ഷിപ്പിൻ എന്ന് സൈന്യങ്ങളുടെ ദൈവം ആണ് പറഞ്ഞത്. സൈന്യങ്ങളുടെ യഹോവയാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്നെ പരീക്ഷിക്കാൻ, എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ഇവണ്ണം ചെയ്തു നോക്കുവിൻ. ഒന്ന് പരീക്ഷിച്ചു നോക്ക്. നിങ്ങൾ പരീക്ഷിച്ച് നോക്കാൻ ബഹുമിടുക്കന്മാരും കേമന്മാരുമാണ്. മുൻകാലങ്ങളിൽ നിങ്ങൾ എന്നെ പരീക്ഷിച്ചു. ആ പരീക്ഷ ദാണ്ട് ഇക്കാര്യത്തിലൊന്ന് പരീക്ഷിച്ചോ. ചില പിള്ളേരുടെ അടുത്ത് പറയണം, നല്ല കാര്യത്തിൽ നിനക്ക് ഈ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നീ ആരായനെ എന്ന് ചോദിക്കുന്ന രീതിയിൽ ഇവിടെ ചോദിച്ചിരിക്കുകയാണ്, ഇവണ്ണം നിങ്ങൾ എന്നെ പരീക്ഷിപ്പിൻ. ദൈവത്തെ ആവർത്തന പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കരുത്. അനേക സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ദൈവത്തെ പരീക്ഷിക്കാൻ പാടില്ല, ദൈവത്തെ പരീക്ഷിക്കരുത്. അവിടെയൊക്കെ പറയും. ഇവിടെ ദൈവം തന്നെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എന്നെ പരീക്ഷിപ്പിൻ, സൈന്യങ്ങളുടെ യഹോവയായ ഞാനാണ്, ഞാൻ മാറാത്തവനാണ്. 3-ാം അധ്യായം മലാക്കി പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ അതിലെ 6-ാമത്തെ വാക്യം, യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതെ ഇരിക്കുന്നു. ഞാൻ മാറാത്തവനാണ്, ഞാനാണ് പറയുന്നത്, നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇവണ്ണം എന്നെ പരീക്ഷിപ്പിൻ. പരീക്ഷിക്കാൻ ഞാൻ പറഞ്ഞതാണ്. സമയം വരുമ്പോൾ ഞാൻ മാറുന്നവനല്ല. നമ്മളെന്ന് ഞാൻ പറയാൻ പാടില്ല. ഞാൻ പലപ്പോഴും വീണുപോയിട്ട് മാറിപ്പോയിട്ടുണ്ട്. തീരുമാനങ്ങൾ പലപ്പോഴും എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങളൊക്കെ പലപ്പോഴും പൂർത്തീകരിക്കാൻ പറ്റാതെ മാറിപ്പോയി. നമ്മളുമൊക്കെ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഞാനും നമ്മളിൽ ചിലരൊക്കെയും പലപ്പോഴും മാറിയിട്ടില്ലേ? തക്കയോഗ്യമായി മാറും, അവസരത്തിനൊത്ത് മാറും, ആവശ്യങ്ങൾക്കനുസരിച്ച് ഞാനും നിങ്ങളും മാറും. പ്രിയപ്പെട്ടവരെ, എന്നാൽ യഹോവയായ ദൈവം, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഞാൻ മാറാത്തവനാണ്. അതുകൊണ്ടാണ് ഇന്നിൻ്റെ പകലിൽ ആ വെളിച്ചം മാംസക്കണ്ണുകൊണ്ട് തുറന്ന് കാണുവാൻ സർവേശ്വരൻ നമ്മുടെ ആയുസ്സിനെ ദീർഘിപ്പിച്ചിരിക്കുന്നത്. കാരണം എത്ര പ്രാവശ്യം ദൈവത്തെ വിട്ട് മാറിപ്പോയി. അങ്ങനെ എന്നോട് ശിക്ഷ കാണിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്ന് കാണുമായിരുന്നില്ല. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ പുത്രന്മാരെ എന്ന് ബൈബിളിൽ ഉടനീളം പറയുമ്പോൾ, പിതാക്കന്മാരെക്കുറിച്ച് പറയുമ്പോൾ യാക്കോബിൻ്റെ പുത്രന്മാരെ എന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷെങ്കിൽ ഇവിടുത്തെ വിവക്ഷ ഒരു പക്ഷെങ്കിൽ ഇങ്ങനെയായിരിക്കും, മാറാത്തവൻ. യാക്കോബ് പലപ്പോഴും മാറിയിട്ടുണ്ട്, പലപ്പോഴും വേലത്തരം കാണിച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ കയ്യിൽ നിന്നും ആ അവകാശം അടിച്ചു മാറ്റി ഓടി. അവിടെ നിന്ന് ഓടി അമ്മാച്ചൻ്റെ വീട്ടിൽ ചെന്നു. അമ്മാച്ചൻ്റെ വീട്ടിലും വേലത്തരങ്ങൾ പലതും കാണിച്ചു. ആടിൻ്റെ എണ്ണം കൂട്ടാൻ പോലും കീമാവേല കാണിച്ചവൻ. അവിടെ നിന്നും ചാടി തിരിച്ചു വരാൻ പോയവൻ ആ യാക്കോബിനെ യബോക്ക് കടയിൽ വെച്ച് പിടിച്ചു പേരും മാറ്റി. പ്രിയപ്പെട്ടവരെ, ആ യാക്കോബിൻ്റെ പുത്രന്മാരെ, നിങ്ങൾ മുടിഞ്ഞു പോകാതെ ഇരിക്കുന്നത്
ദൈവത്തിൻ്റെ മഹാകരുണ. പ്രിയപ്പെട്ടവരെ, ഈ മഹാകരുണയുള്ള ദൈവമാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇവണ്ണം എന്നെ പരീക്ഷിപ്പാൻ. ദൈവം നമ്മെ പരീക്ഷിപ്പാൻ പറഞ്ഞിരിക്കുകയാണ്. ദൈവം മാറുന്നവനല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ 2 മൈക്കിൻ്റെ മുമ്പിലിരുന്ന് ഉറക്കെ പറയാം, ഹൃദയത്തെ തൂക്കി നോക്കുന്നത് ദൈവമാണ്. ഞാൻ എന്ത് ചെയ്യുന്നു ആ ചെയ്യുന്നതിനനുസരിച്ച് ദൈവം തിരിച്ച് ചെയ്യും. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ മഹാകരുണ കൊണ്ടത് മറന്നു കളയുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അബ്രഹാം വലിയ ധനാഢ്യനായ മനുഷ്യനായിരുന്നു. വലിയ ധനാഢ്യനായ മനുഷ്യൻ. ആ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 18-ാമത്തെ അധ്യായത്തിൽ ഞാൻ എടുത്തു വെച്ചിരിക്കുകയായിരുന്നത്. ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ എടുക്കേണ്ട സമയമില്ലല്ലോ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, അബ്രഹാം തൻ്റെ ടെൻറ്റിൽ ഇരിക്കുകയാണ്. അബ്രഹാം അവിടെ ഇരിക്കുമ്പോൾ 2-3 വഴിയാത്രക്കാർ അതുവഴി നടന്നു വരുന്നു. അബ്രഹാം അങ്ങോട്ട് ചെന്നു അവരെ വിളിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഒരു ഇടക്കെട്ടൊക്കെ കെട്ടി, നടുക്കൊരു കെട്ടൊക്കെ കെട്ടി, എന്നുവെച്ചാൽ അതിഥി സ്നേഹത്തോടെ ബഹുമാന പുരസ്സരം അവരെ വിളിച്ച് വീട്ടിൽ വരുത്തി. എബ്രായ ലേഖനത്തിലോ ആണെന്ന് തോന്നുന്നു, അത് ദൈവദൂതന്മാരാണെന്നറിയാതെ ഇരിക്കെ, ദൈവദൂതനാണെന്നറിഞ്ഞാൽ വളരെ സന്തോഷത്തോടെ അത് പറയും, ഓടിച്ചെന്ന് വിളിച്ചുകൊണ്ട് വരും. എന്നാൽ ആരൊക്കെയോ 2-3 പേർ വരുന്നു എന്ന് കണ്ട് അവരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നു ഇരുത്തി. എന്നിട്ട് അവർ 3 പേരാണ് വന്നത്. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? പെട്ടെന്ന് അവർ 3 പേര് വന്നു. ആ വന്ന 3 പേര് അദ്ദേഹം പെട്ടെന്ന് ചെന്ന് അടുക്കളയിൽ ചെന്ന് സാറാമ്മ കൊച്ചമ്മയുടെ, അല്ലെങ്കിൽ നമ്മളൊക്കെ പറയുന്നത് സാറായുടെ അടുത്ത്, സാറാ അമ്മച്ചിയുടെ അടുത്ത് ഭർത്താവായ അബ്രഹാം ചെന്ന് പറയും, ഡേയ് ഇതാണ്ട് 3 പേരവിടെ വന്നിരിക്കുന്നു. ഈ 3 പേർക്ക് നീ ഒരു കാര്യം ചെയ്തായിട്ട് അദ്ദേഹം തന്നെ ചെന്ന് 3 ഇടങ്ങഴി മാവ്, 3 പേർക്ക് 3 ഇടങ്ങഴി മാവ് അളന്ന് അബ്രഹാം എടുത്തു കൊടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? ഓടി തൊഴുത്തിൽ ചെന്ന് നല്ലതും ഇളയതുമായ ഒരു കാളക്കുട്ടിയെ കൊണ്ടുവന്നു. എൻ്റെ ചിന്താഗതിയാണ് ഇതൊക്കെ കേട്ടോ. ആ നല്ലതും ഇളയതുമായ ആ കാളക്കുട്ടിയെ കൊണ്ട് ചെന്ന് അറുത്തു. ആ 3 പേര് വന്നപ്പോൾ തീർച്ചയായും നമ്മളുടെയൊക്കെ ഒരു ചിന്താഗതിയാണെങ്കിൽ ഒരു ആട്ടിൻകുട്ടി മതിയായിരുന്നു. 3 പേർക്ക് ആട്ടിൻകുട്ടിയും വേണമെന്നില്ല, നല്ല ചിക്കൻ, നല്ല കോഴി മതി. ഒരു കോഴി 3 പേരൊക്കെ തിന്നും. ഇപ്പോഴത്തെ പിള്ളേരോ അല്ലെ നമ്മളൊക്കെ ഒരു പക്ഷേ തിന്നില്ലെങ്കിലും ഇപ്പോഴത്തെ പിള്ളേർ ഹിന്ദു ഇല്ലേ കറങ്ങുന്ന കോഴി ഉണ്ടല്ലോ, അതിനെയൊക്കെ ഒറ്റ ഇരിപ്പിൽ ചില പിള്ളേർ തിന്നുന്ന കാണാം. അത് പോട്ടെ, ആ ഒരു കോഴി മതി, അല്ല 2 കോഴി അറുത്താൽ മതി. അബ്രഹാം പിതാവ് ആ ചെറിയ ഭാഗത്തോട്ട് തിരിഞ്ഞില്ല കേട്ടോ. അദ്ദേഹം ചെന്ന് നല്ലതും ഇളയതുമായ ഒരു കാളക്കുട്ടിയെ കൊണ്ടുവന്ന് പാകം ചെയ്ത് അവർക്ക് കൊടുത്തു. സാറാമ്മച്ചിക്ക് ആ അബ്രഹാം തന്നെ അളന്ന് അപ്പവും മാവും കൊടുത്തു. ഒരാൾ ഒരു ഇടങ്ങഴി മാവിൻ്റെ അപ്പമൊന്നും തിന്നുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെങ്കിൽ അദ്ദേഹത്തിന് ഒരു കണക്ക് കൂട്ടൽ, ആ കണക്കിനനുസരിച്ച് കൊടുക്കുമ്പോൾ അളന്ന് നല്ല രീതിയിൽ കൊടുക്കണമെന്നുള്ള ചിന്താഗതി ആയിരിക്കാം. ആ 3 പേർക്ക് 3 ഇടങ്ങഴി മാവും കൊടുത്തു, അപ്പവും ഉണ്ടാക്കി കൊടുത്തു. തിന്നു തൃപ്തരായി അവർ പോകുമ്പം അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു. ആ ഭാഗത്തോട്ടല്ലല്ലോ നമ്മുടെ ചിന്ത. അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു, കഴിഞ്ഞു. കാലഘട്ടം ഏറെ കഴിഞ്ഞില്ല. അവിടുന്ന് 400 വർഷമേ കഴിഞ്ഞുള്ളൂ. അബ്രഹാം പിതാവിൻ്റെ മക്കൾ എവിടെയായിരുന്നു എന്നറിയാമോ? മിസ്രൈമിലെത്തി. അവിടെ നിന്ന് അവർ യാത്ര പുറപ്പെട്ട് വരുവാൻ തുടങ്ങി. അവർ എവിടെ എത്തിയെന്നറിയാമോ? അവർ എത്തിയത് മരുഭൂമിയിലെത്തി. പുറപ്പാട് പുസ്തകം ഇങ്ങോട്ട് വായിക്കുമ്പോൾ സംഖ്യാപുസ്തകത്തിലൊക്കെ അത് പറയുന്നുണ്ട്. അവർ മരുഭൂമിയിലെത്തിയപ്പോൾ അവരെന്ത് ചെയ്യുന്നറിയാമോ? എന്ത് ചെയ്ത്? ദൈവം അവർക്ക് എന്ത് തിന്നാൻ കൊടുത്തു? ദൈവം അവർക്ക് എന്താണ് തിന്നാൻ കൊടുത്തത്? മന്ന. ദൈവം അവർക്ക് മന്ന കൊടുത്തു. ആ മന്ന ദിവസവും രാവിലെ വെയിൽ ഉദിക്കുമ്പോഴത്തിന് മുമ്പേ പോയി പറക്കണം. പറക്കിയിട്ട് എന്ത് ചെയ്ത് അവർ കൂട്ടി വെച്ച് കൊണ്ടുവന്ന് തിന്നാനല്ല, ആളൊന്നിന് ഒരിടങ്ങഴി, ഒരാൾക്ക് ഒരിടങ്ങഴി പറക്കാം. കൂടുതൽ പറക്കിയവൻ, ഞാൻ ആ ഭാഗത്തോട്ട് റെഫറൻസ് എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പോകുന്നില്ല, കൂടുതൽ പറക്കി കൂട്ടി ആക്രാന്തം പിടിച്ചവർ വൈകുന്നേരം അടുത്ത ദിവസം ക്രമിച്ചു പോയി.
ആളൊന്നിന് ഒരിടങ്ങഴി പറക്കാൻ പറഞ്ഞു. പിന്നെ അടുത്ത വാക്കൂടെ പറയുന്നു, ചിലപ്പോൾ ഒരിടങ്ങഴി കൊണ്ട് തിന്നാൽ വയറ് നിറയാത്തവരുണ്ട്. വാക്യത്തിൽ പറയുന്നുണ്ട്, അവനവന് തിന്നാനാകുന്നിടത്തോളം ഓക്കെ തിന്നു, എന്നിട്ട് ഒരിടങ്ങഴി പറക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അബ്രഹാം പിതാവ് 400 വർഷങ്ങൾക്ക് മുമ്പ് 3 പേര് അവിടെ വന്നപ്പോൾ അവർക്ക് കൊടുത്തു. 3 പേർക്ക് കണക്ക് കൂട്ടി 3 ഇടങ്ങഴി. വർഷം 400 കഴിഞ്ഞപ്പോൾ അബ്രഹാം പിതാവിൻ്റെ മക്കൾക്ക്, കൊച്ചുമക്കൾക്ക്, അതിൻ്റെയും മക്കൾക്ക് എന്ത് കൊടുത്തറിയാമോ? 400 വർഷത്തിന് കൊണ്ട് വല്യപ്പച്ചൻ കൊടുത്തതുപോലെ ആളൊന്നിന് ഒരിടങ്ങഴി വെച്ചു കൊടുത്തു. ആളൊന്നിന് ഒരിടങ്ങഴി വെച്ചു കൊടുത്തു. അവർക്ക് കൊടുത്ത അപ്പം മന്ന. ആ മന്ന അവർ തിന്നുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് തന്നെ, ഇസ്രായേൽ മക്കൾക്ക് അതിൻ്റെ ഒരു പുച്ഛം തോന്നി. ഈ മന്ന എന്തോ, ഈ മന്ന ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മളൊക്കെ പറയും, മന്ന തിന്ന് മടുത്തേ ഞങ്ങൾ, മന്ന അല്ലാതെ എന്തുള്ളൂ, എരിയുന്നേ ഞാൻ പൊരിയുന്നേ ഞങ്ങൾ, മന്ന അല്ലാതില്ലല്ലോ. ഇന്ന് സമരത്തിനൊക്കെ നമ്മൾ വിളിച്ചു പറയും. ഇസ്രായേൽ മക്കളെല്ലാം കൂടെ പറഞ്ഞു, ഓ ഇതെന്തിനു കൊള്ളാം, ഈ മന്നാ തിന്ന് ഞങ്ങൾ മടുത്തു. ഇത് ഞാനല്ല പറയുന്നത്, സംഖ്യാപുസ്തകം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ, ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു, ഈ മന്ന അല്ലാതെ ഒന്നും കാണാനില്ല. മന്നായെക്കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ രുചി, അതിൻ്റെ അവസ്ഥാഭേദം വളരെ വെളുത്ത് കൊത്തമ്പാലരി പോലിരിക്കുന്നതൊക്കെയാണ് പറയുന്നത്. ഈ മന്ന അവർക്ക് പുച്ഛമായി തോന്നി. അതാ ഞാൻ നേരത്തെ മുദ്രാവാക്യം വിളിക്കുന്നതിൻ്റെ കൂട്ട്, മന്ന അല്ലാതെ ഒന്നും ഉണ്ടോ, ഇതെന്തോ ഉണ്ട്, എരിയുന്നേ ഞങ്ങൾ പൊരിയുന്നേ, ഞങ്ങൾക്ക് മന്ന വേണ്ടായേ എന്നൊക്കെ സമരം. ഇന്നത്തെ കാലഘട്ടത്തിലായിരുന്നു അങ്ങനെയൊക്കെ വിളിച്ചേനെ. അന്ന് അവരിങ്ങനെ പറഞ്ഞു കാണും. പ്രിയപ്പെട്ടവരെ, അതിന് ശിക്ഷ ദൈവം കൊടുക്കുകയും ചെയ്തു. ആ സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൽ തന്നെ താഴോട്ട് വായിക്കുമ്പോൾ, ഞങ്ങൾക്ക് മന്ന അല്ലാതെ ഒന്നും ഇല്ലയോ എന്ന് ചോദിച്ചതുകൊണ്ട് ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് അടുത്ത ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നിങ്ങൾക്ക് അതിൻ്റെ 19-ാമത്തെ വാക്യം, 18-ാമത്തെ വാക്യം മുതൽ വായിക്കും. എന്നാൽ ജനത്തോട് നീ പറയേണ്ടത്, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, എന്നാൽ നിങ്ങൾ ഇറച്ചി തിന്നും. ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി 6 തരും. മിസ്രൈമിൽ ഞങ്ങൾക്ക് നന്നായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. യഹോവ കേൾക്ക ഉറക്ക കരഞ്ഞുവല്ലോ. ആകയാൽ യഹോവ നിങ്ങൾക്ക് ഇറച്ചി തരുകയും നിങ്ങൾ തിന്നുകയും ചെയ്യും. താഴോട്ട് വാക്യം വായിക്കുമ്പോൾ, 1 ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസമല്ല, 1 മാസം മുഴുവനും തന്നെ അത് നിങ്ങളുടെ മൂക്കിൽ കൂടെ പുറപ്പെട്ട് നിങ്ങൾക്ക് ഓക്കാനം വരുവോളം നിങ്ങൾ തിന്നും. 3 പേര് വീട്ടിൽ വന്നപ്പോൾ ഉണ്ടല്ലോ, ആ വല്യപ്പച്ചൻ കോഴിയെ അറത്തില്ല, ആടിനെ അറത്തില്ല. ആ 3 പേര് തിന്നാൽ മൂക്കിൽ കൂടെ ഓക്കാനം വരുവോളം തിന്നാനുള്ള ആ ഒരു വലിയ ഒരു മൃഗത്തെ, ആ കാളക്കുട്ടിയെ അറുത്തു. അവരത് തിന്നിരുന്നു എങ്കിൽ, 3 പേര് കൂടെ തിന്നിരുന്നു എങ്കിൽ അവരുടെ മൂക്കിൽ കൂടെ ഓക്കാനം വരുമായിരുന്നു. വർഷം 400 കഴിഞ്ഞു. അബ്രഹാം പിതാവിന് തിരികെ കൊടുത്തു, തൻ്റെ മക്കൾക്ക് തിരികെ കൊടുത്തു. അവർക്ക് ഇറച്ചി ആർന്ന് താഴോട്ട് വായിക്കുന്നുണ്ട്. 11-ാം അധ്യായത്തിൻ്റെ 21, 22-ാമത്തെ വാക്യത്തിലൊക്കെ മോശ തിരിച്ച് അങ്ങോട്ട് ചോദിക്കുന്നു, ഈ ഇത്രയും വലിയ ജനത്തിന് ഇറച്ചി എങ്ങനെ കൂട്ടും, എങ്ങനെ മീൻ കൊടുക്കാൻ പറ്റും, എവിടുന്ന് കഴിയും എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അവിടെ ദൈവം അവിടെ കൊടുക്കുകയാണ് അവർക്ക്. യിരെമ്യാ പ്രവചനം 32-ന്റെ 20-27 മറ്റോ പറയുന്നുണ്ട്, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എന്നാലെ സാധിക്കാത്ത വല്ല കാര്യവും ഉണ്ടോ? ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവ, എന്നാലെ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഇല്ലേ, ഇല്ല അപ്പച്ചാ, ഇല്ലതാ ഞങ്ങൾ കാണാൻ പോവുകയാണ്. മിസ്രയീം ജനം അവർ കാണാൻ പോവുകയാണ്. അവർ മൂക്കിൽ കൂടി ഓക്കാനം വരുവോളം കഴിച്ചു. ഒരു സമുദ്രത്തിലെയും മത്സ്യമല്ല, ഒരു അടുക്കളയും വേണ്ട. അടുക്കളയെക്കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. പാകം ചെയ്യാൻ സ്ഥലം ഒന്നും വേണ്ട, എല്ലാ കാര്യങ്ങളും ചെയ്തു. അവരെന്ത് ചെയ്യുന്നറിയാമോ? ബാക്കി അവരെന്തോ ചെയ്തെന്നറിയാമോ? തിന്ന് മൂക്കിൽ കൂടെ ഓക്കാനം വരുവോളം തിന്ന് അതെന്ത് ചെയ്തു? ബാക്കി അവർ
ബാക്കി വായിച്ചാട്ടെ. ഏതാണ്ട് 32 വാക്യത്തിൽ, ജനം എഴുന്നേറ്റ് അന്ന് പകൽ മുഴുവനും രാത്രി മുഴുവനും പിറ്റേന്നാൾ മുഴുവനും കാടയെ പിടിച്ചുകൂട്ടി. നന്നാ കുറച്ച് പിടിച്ചവൻ 10 പറ പിടിച്ചുകൂട്ടി. അവർ അവയെ പാളയത്തിൻ്റെ ചുറ്റിലും ചിക്കി. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഞാനൊരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ചവരാണ്. സത്യരാജ് സാറിനറിയാം, എൻ്റെ ജ്യേഷ്ഠനാണ് ഇവിടെ അടുത്തുള്ള ബാബു എന്ന് പറയുന്ന സുവിശേഷകൻ. അദ്ദേഹം ഞങ്ങളുടെ 6ാമത്തെ ജ്യേഷ്ഠനാണ്. ഞാൻ 10ാമത്തെ ജ്യേഷ്ഠനാണ്. ജെയിംസ് വർഗീസ് സാറിന് മനസ്സിലായി കാണും. ഞാൻ 10ാമത്തെ മോനാണ്. ഇവിടെ വന്നുകൊണ്ടിരുന്ന നമ്മുടെ ബ്ലെസ്സി അച്ചായൻ്റെ മോളാണ്. ഞാൻ ആ ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ചവനാണ്. എന്ന് വെച്ചാൽ 10 മക്കളൊക്കെ ഈ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1964. അപ്പോൾ 64 അന്നത്തെ അവസ്ഥ ഞാൻ പറയേണ്ടതില്ല, എൻ്റെ സമയം കഴിയാൻ പോവുകയാണ്. അന്നത്തെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ പരിതാപകരമാണ്. 10 മക്കൾക്ക് ഞങ്ങൾക്ക് ഷർട്ടൊക്കെ എടുത്ത് തരുമ്പോൾ, അല്ലെ അപ്പച്ചൻ ഈ 10 മക്കൾക്ക് ഡ്രസ്സ് എടുക്കുക അന്നത്തെ കാലത്ത് ആലോചിച്ച് നോക്ക്. 10 മക്കൾക്ക് ഡ്രസ്സ് എടുത്ത് തരുന്ന അന്നത്തെ അവസ്ഥ. ഞങ്ങളെന്നാലും അന്നത്തെ ഇടത്തരം കുടുംബമാണ്. ഞങ്ങളുടെ വീട്ടിലുള്ളതെന്ന് തോന്നുന്നു ഉച്ചയ്ക്ക് ആഹാരം ഒക്കെ വെക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഈ താഴ്ന്ന ജാതിക്കാർ ഒത്തിരി പേര് വൈകുന്നേരമൊക്കെ ഞങ്ങളുടെ കൂടെ വീട്ടിൽ വരും. എൻ്റെ കൂടെ വീട്ടിൽ വന്ന് വീട്ടിലിങ്ങനെ കപ്പ വാട്ടിയിട്ടേക്കും വലിയ കലത്തിനകത്ത് പുറത്ത് ഒരപ്പരയിൽ. ഞങ്ങളൊക്കെ ചെന്ന് ഈ പണ്ടത്തെ പിഞ്ഞാണി, അന്ന് ഇപ്പോൾ ആ പിഞ്ഞാണി എന്ന് പറയുന്ന സാധനമൊന്നുമില്ല, ഈ ഇരുമ്പ് പാത്രം, അതിൻ്റെ പുറത്തൊരു കോട്ടിംഗ് ഉണ്ട്. ഇപ്പോൾ അത് കാണാനേ ഇല്ല. ആ കോട്ടിങ്ങുള്ള പാത്രങ്ങളൊക്കെ അതിൻ്റെയൊക്കെ അവിടെ ഇവിടെയൊക്കെ തറ വീണ അതിൻ്റെ കോട്ടിങ്ങൊക്കെ ഇളകി പോയിട്ടുണ്ട് ചിലയിടത്തൊക്കെ. ഇതൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഈ കലത്തിനകത്ത് സ്കൂളിൽ പോന്നിട്ട് പുസ്തകം അങ്ങോട്ട് വെച്ചിട്ട് കൈയിട്ട് ഇളക്കി അത് അതിൻ്റെ ഊറ്റയൊക്കെ കളഞ്ഞ് ഒരു മുളകും ഉടച്ച് തിന്നും. ഞങ്ങളുടെ കൂടെ തിന്നാനേ പാവപ്പെട്ടവർ ഒത്തിരി പേര്. അവരും കൈ കഴുകാത്ത കൈ കൊണ്ട് ഈ കലത്തിനിട്ട് ഇളക്കി അവരും വാരി തിന്നും. അവസ്ഥ പ്രിയപ്പെട്ടവരെ, ആ അവസ്ഥയിൽ ആയിരുന്നു നമ്മളൊക്കെ ജീവിച്ചത്. ഞങ്ങളൊക്കെ ജീവിച്ചത്. ഞങ്ങൾ ആ ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ചവരാണ് ഞങ്ങൾ. പ്രിയപ്പെട്ടവരെ, അന്നത്തെ അവസ്ഥ അങ്ങനെയാണ്. ഞാൻ തിരികെ വരട്ടെ, എനിക്ക് സമയമില്ലല്ലോ. ദൈവം കൊടുത്തത് മൂക്കിൽ കൂടെ ഓക്കാനും വരെ ഉള്ളതാണ്. ഞങ്ങളൊക്കെ ആ കൃഷി ചെയ്യുന്ന കാലഘട്ടമാണ്. അപ്പച്ചൻ ധാരാളം കൃഷിയുണ്ട്. അപ്പോൾ കൃഷി ചെയ്യുമ്പോൾ നെല്ല് കൂന പോലെ വീട്ടിൽ കൂട്ടിയിടും. അത് കഴിഞ്ഞിട്ട് കച്ചി, ആ ചിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിലത് വന്ന്. കച്ചി ചിക്കുക പ്രാഗിയിട്ടുണ്ട്. ഈ അപ്പച്ചന് വേറെ ജോലിയൊന്നും ഇല്ല. ഇങ്ങനെയും കച്ചി 4ഉം 5ഉം തുറുവ് ഇങ്ങനെ കൂട്ടിയിട്ട് തുറുവ് കൂട്ടുന്നപ്പോൾ ഒരു വലിയ സന്തോഷമാണ്. ആ തുറുവ് കച്ചിക്കകത്ത് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളടുത്ത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തില്ല. കച്ചി ഇങ്ങനെ ചിക്കും, അതിൻ്റെ പൊടി ദേഹം മുഴുവൻ ചൊറിയും. എന്നിട്ട് ഈ കച്ചിയിൽ കിടന്ന് ഉച്ചുകുത്തി കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനൊരു കാലഘട്ടം. ആ ചിക്കിക്കൂട്ടുന്ന ഓരോ മഴ വരുമ്പോൾ, ചിങ്ങമാസത്തിലെ നെല്ലൊക്കെ എന്ന് പറയുമ്പോൾ അത് നെല്ല് അങ്ങ് അകത്തായി കഴിയുമ്പോൾ പിന്നെ കച്ചിയുണ്ട്. ഈ കച്ചി ചിക്കി കഴിയുമ്പോൾ അടുത്ത മഴ വരുന്നത്. ആ മഴയൊന്ന് മാറി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും കച്ചി ചിക്കും. പിന്നെയും മഴ വരുമ്പോൾ പെട്ടെന്ന് വാരിക്കൂട്ടറ എന്ന് പറയും, പിന്നെയും വാരിക്കൂട്ടും. ഇങ്ങനെ ചിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ചിലരൊക്കെ കണ്ണടയാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ആ ചിക്കിക്കൂട്ടി പാളയത്തിന് പുറത്ത് ഈ കാടയെ ചിക്കിക്കൂട്ടിയെന്നേ, മൂക്കിൽ കൂടെ ഓക്കാനം വരുവോളം ദൈവം കൊടുത്തിട്ട് ബാക്കി വന്നതിന് ചിക്കിക്കൂട്ടിക്കോളാം. മന്ന ഉണക്കി വെക്കാൻ പറഞ്ഞില്ല കേട്ടോ, മന്ന ഉണക്കി വെക്കാൻ പറഞ്ഞില്ല തമ്പുരാൻ. എന്നാൽ കൊടുത്ത കാടയെ ചിക്കിക്കൂട്ടാൻ പറഞ്ഞില്ല. അവർ ചിക്കിക്കൂട്ടി, അത് പിന്നത്തേക്ക് വെച്ചു. പ്രിയപ്പെട്ടവരെ, മൂക്കിക്കൂടെ ഓക്കാനം വരുവോളം കൊടുത്ത ആ ഇറച്ചി ചിക്കിക്കൂട്ടി കൊടുത്താൽ ദൈവം അതേ നാണയത്തിൽ, ഞാൻ അതാ തുടക്കത്തിൽ പറഞ്ഞു, നമ്മളുടെ ഹൃദയത്തിനനുസരിച്ച് എനിക്കൊന്നും കൊടുക്കാനില്ല, പക്ഷെ എനിക്കൊന്ന് പ്രാർത്ഥിക്കാം. എനിക്കൊന്നും ചെയ്യാനില്ല, പക്ഷെ അവനെ വിളിച്ചൊരു നല്ല വാക്ക് പറയാം. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഹൃദയത്തിനനുസരിച്ച് ദൈവം നമുക്ക് തരും. 400 വർഷത്തിന് മുമ്പ് ദൈവം മറന്നു കളയുന്നവനാണെന്ന് കരുതരുതേ. ദൈവം നമ്മുടെ പാപങ്ങളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ മനഃപൂർവ്വം മറക്കുന്നതാണ്. പക്ഷേ ദൈവം കൊടുക്കുന്ന കാര്യത്തിൽ പരീക്ഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വർഷം 400 കഴിഞ്ഞപ്പോൾ കണക്ക് കൂട്ടി ദാണ്ട് വലിയ ജനത്തിന് മൂക്കിൽ കൂടെ ഓക്കാനം വരുവോളം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഇതിനൊക്കെ സാക്ഷിയാണ്. നമ്മളുടെ കയ്യിലിരിക്കുന്ന ദൈവവചനം അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്.
നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന് അനുസരിച്ച് ദൈവം കൊടുക്കുക തന്നെ ചെയ്യും. വക്കറിനോട് അവിടുന്ന് വക്കറൻ, ദയാലുവോട് അവിടുന്ന് ദയാലു. ഞാൻ ആ ഭാഗത്തോട്ട് കിടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, വരുന്ന കാലങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? സാമ്പത്തികം മാത്രമല്ല, ഈ സഭയിൽ നിന്ന് ഗിദെയോൻ അംഗങ്ങളായ ഞങ്ങൾ ഓരോരുത്തരും കാണുന്ന കാഴ്ച ഒരു വളരെ വലിയ സ്വപ്നമാണ് ഞാനിവിടെ കാണുന്നത്. ഇവിടെ പാട്ടിന് കൂടി നിന്ന കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കേരളത്തിൻ്റെ കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ നിലമ്പൂർ സഭയിലായിരുന്നു, ബ്രദറൻ ചർച്ചിലായിരുന്നു. പല ബ്രദറൻ സഭകളിലും ചെല്ലുമ്പോൾ ഇല്ലാത്ത ഒരു കാഴ്ചയാണ് കുഞ്ഞുങ്ങളുടെ ആ അവസ്ഥ. 1-2 പേര്, 2 പേർക്ക് എങ്ങനെ സൺഡേ സ്കൂൾ എടുക്കാൻ പറ്റും? അതുകൊണ്ടില്ല. ചില സഭയിൽ ചെല്ലുമ്പം സൺഡേ സ്കൂളില്ല, കാരണം കുഞ്ഞുങ്ങളില്ല. ദാണ്ട് ഇവിടെ എത്ര നല്ല മിടുക്കന്മാരായ കുഞ്ഞുങ്ങൾ, അവർ പഠിച്ചു വളർന്നു വരികയാണ്. അവരെ ദൈവവചന പഥ്യോപദേശത്തിൽ വളർത്തുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് അവർ ഈ സ്റ്റേജിൽ നിന്നത്. പല ബ്രദറൻ സഭകളുടെ അംഗങ്ങളുടെയും വീട്ടിൽ ആരാധനയ്ക്ക് മാതാപിതാക്കന്മാർ വരുമ്പോൾ മക്കൾ അവിടെ കാണുകയില്ല. പ്രിയപ്പെട്ടവരെ, വളരെ സങ്കടം. ഞാൻ അവസ്ഥാവിശേഷം പറഞ്ഞു പോയെന്ന് മാത്രം. എൻ്റെ സമയം തീരുകയാണ്. 11:18 11:20 വരെ അല്ലേ എൻ്റെ 11:25 വരെ. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് തന്നിരിക്കുന്നത് സമയങ്ങളാണ്. നാളെയുടെ നല്ല നാളുകൾ എനിക്കും നിങ്ങൾക്കും എത്ര കാണുമെന്ന് പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഒരിറ്റ് കണ്ണുനീർ ഗിദെയോന് വേണ്ടി നിങ്ങൾ ഒഴിച്ചാൽ, അല്ല ഗിദെയോനെ അങ്ങോട്ട് മാറ്റി നിർത്തുക, ഞാനിപ്പോൾ ഇനി ഗിദെയോനെ കുറിച്ചല്ല പറയുന്നത്. നിങ്ങളുടെ സമയങ്ങൾ, നമ്മളുടെ സമയങ്ങൾ ദൈവവേലയ്ക്ക് വേണ്ടി, സഹായത്തിനു വേണ്ടി നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ ദൈവം അതിനമർത്തി കുലുക്കി മൂക്കിൽ കൂടെ ഓക്കാനം വരുമ്പോൾ. മുൻകാലങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മളുടെയൊക്കെ മാതാപിതാക്കന്മാർ കഷ്ടത അനുഭവിച്ചു, ബുദ്ധിമുട്ടി, സങ്കടപ്പെട്ടു, നമ്മളെയൊക്കെ വളർത്തി ഒരു പരുവത്തിലാക്കി. ഇന്ന് നമ്മളൊക്കെ ദൈവവേലയിലും ദൈവവഴിയിലും നടന്നതുകൊണ്ട് തീർച്ചയായും ദൈവം അവരെ മനസ്സിന് പോലും സന്തോഷം കൊടുത്തു. അതുകൊണ്ട് വരും കാലങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്കുണ്ടാകണമേ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അതിന് യാതൊരു മാറ്റവുമില്ല. ആ ദൈവവേലയാണ്, ഇതൊരു വലിയ ദൈവവേലയാണ്, ഇതൊരു വലിയ ദൗത്യമാണ്. ഞാൻ ഇന്നലെ പ്രസ്താവിക്കുകയുണ്ടായി, പല സ്ഥലങ്ങളിലും ഞങ്ങൾ ചെല്ലുമ്പോൾ ആ ഗിദെയോനെക്കുറിച്ചുള്ള പ്രവർത്തനങ്ങളുടെ ആ സന്തോഷം കണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഗസ്റ്റ് 15 കുറച്ച് യാത്ര ചെയ്യേണ്ട വന്നു. യാത്ര ചെയ്തു പോയപ്പോൾ വഴി ഉടനീളം പരസ്യ യോഗങ്ങൾ നടക്കുന്നുണ്ട്. കൂടുതലും പെൻറ്റക്കോസ്റ്റൽ സഭാവിഭാഗങ്ങളാണ്. അവരുടെയൊക്കെ കയ്യിൽ ബൈബിൾ എവിടെ നിന്നറിയാമോ? ഗിദെയോൻ ബൈബിൾ. അവരുടെ കയ്യിലൊക്കെ ഫ്രീ ആയിട്ടുള്ള ബൈബിൾ ധാരാളം. കുളത്തൂപ്പുഴ എന്ന സ്ഥലത്ത് അവിടെ 5000 ബൈബിളാണ് അവിടുത്തെ പ്രവർത്തനത്തിന് വേണ്ടി EU-ന് നമ്മൾ കൊടുത്തത്. അങ്ങനെ കൊടുക്കാൻ പാടില്ല നമ്മൾ അങ്ങനെ അവർക്ക് വേണ്ടി. പക്ഷെ നമ്മളുടെ പ്രതിനിധികളും ചെന്ന് കൊടുത്തു. ആരും ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല. ഇന്ത്യ മഹാരാജ്യത്ത് ഫ്രീ ആയിട്ട് ബൈബിൾ കൊടുക്കുന്ന പ്രസ്ഥാനം, ഇൻഡിവിജ്വലായിട്ട് കൊടുക്കുമായിരിക്കാം, പ്രസ്ഥാനം ഈ ലോകത്തിൽ തന്നെ ഒരു പക്ഷെങ്കിൽ ഗിദെയോൻ മാത്രം. ആ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ബൈബിളിൻ്റെ എല്ലാ സപ്പോർട്ടും നിങ്ങൾ ഓരോരുത്തരും ആണ്. സഭ ഇല്ലെങ്കിൽ ഈ ഗിദെയോൻ എന്ന പ്രസ്ഥാനം ഇല്ല. നിങ്ങളേവരും വരും കാലങ്ങളിൽ തീർച്ചയായും ഗിദെയോനെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. കൊടുക്കുവാൻ നമുക്കൊരു നല്ല മനസ്സുണ്ടാകട്ടെ. അബ്രഹാം പിതാവിനെക്കുറിച്ച് നാം കേട്ടു, സാറയെക്കുറിച്ച് കേട്ടു. സാറാമ്മ ചെന്ന് പറഞ്ഞുടനെ ആ അമ്മച്ചി തീർച്ചയായും അത് ചെയ്തു. ഇന്നത്തെ കാര്യം എൻ്റെ വീട്ടിലെ കാര്യമാണെന്ന് നിങ്ങൾ വിചാരിക്കുകയും വേണ്ട. വീട്ടിൽ ദാണ്ടി രാവിലെ 2-3 പേര് വന്നിരിക്കുന്നു. നീ ഇച്ചിരി എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുക, അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ. എടുത്ത വായിൽ ഒരു പക്ഷെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല അവൾ, എങ്കിലും അവൾ ഒരു പക്ഷേ ചിന്തിക്കാം. പിന്നെ 2 കൊച്ചുമക്കളുണ്ട്, അവരെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോകണോ, അതിൻ്റെ ഇടയ്ക്ക് വന്നവർക്ക് ഇത് ചായ ഉണ്ടാക്കാൻ നിൽക്കണോ എന്നൊക്കെ ഒരു പക്ഷേ ചിന്തിക്കാം. സാറാമ്മമാരെ, നിങ്ങളാണ് കുടുംബത്തിൻ്റെ വിളക്ക്. നിങ്ങൾ ഓരോരുത്തരുമാണ് കുടുംബത്തെ നിലനിർത്തുന്നത്. നിങ്ങളുടെ പ്ലസൻറ്റ് മൈൻഡാണ് കുടുംബത്തിൻ്റെ ആഗ്രഹവും കുടുംബത്തിൻ്റെ ആ സൗഭാഗ്യവും അവരുടെ അനുഗ്രഹവും. നിങ്ങൾ ആ കൊടുക്കുവാനായി തീർച്ചയായും എൻ്റെ ഭാര്യ എൻ്റെ അടുത്തൊന്ന് പറയുക, പിന്നെ എന്തെങ്കിലും കൊടുക്കണം അതിന്.
ദാ വന്നിരിക്കുന്നു സുശേഷകൻ, എന്തെങ്കിലും കൊടുക്കണം, അവിടെ ഒരു പ്രവർത്തനം നടക്കണം, എന്തെങ്കിലും കൊടുക്കണം, ഞാൻ കൊടുക്കും. അവളൊന്ന് പറഞ്ഞാൽ തീർച്ചയായും 500 രൂപയും കൂടെ എങ്കിലും ഞാൻ കൂടുതൽ കൊടുക്കും. അതതിൻ്റെ ചിന്താഗതിയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളോരോരുത്തരും അമ്മച്ചിമാർ അപ്പച്ചന്മാർക്ക് വേണ്ടുന്ന എല്ലാ പിന്നിലുള്ള ഡയറക്ഷനും കൊടുത്ത് കാര്യങ്ങൾ ചെയ്യണമേ. ഞാൻ എൻ്റെ വാക്ക് തൽക്കാലം നിർത്തുകയാണ്. എനിക്ക് ദൈവം ഈ തന്ന സമയം ഈ സഭയിൽ വരുവാൻ വളരെ സന്തോഷമാണ്. ഞാൻ കേട്ടിട്ടേ ഉള്ളായിരുന്നു ഈ തിരുമല സഭ. സാറിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. കാരണം ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്, അടുത്ത് ഇടപെടുത്തിട്ടുണ്ട്. ഞാൻ LSGD ജീവനക്കാരനായിരുന്നല്ലോ. സാർ അന്ന് LSGDയിലെ ഉന്നത ഉദ്യോഗസ്ഥൻ. ഞങ്ങളൊക്കെ താഴെ, ഞാനന്ന് ഓവർസിയറായിരുന്നു. ഞങ്ങളൊക്കെ പറയും, അതാണ്ട് ഈ സാറ് തോമസ് വർഗീസ് എൻ്റെ സ്വന്തം ആളാണ്. ഞാൻ കണ്ടിട്ടില്ല, അന്നൊന്നും വരെ സഹായത്തിന് പോയിട്ട് പോലുമില്ല. എന്നാൽ എൻ്റെ പിന്നിലൊരു ബലം. പ്രിയപ്പെട്ടവരെ, ആ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, നമ്മുടെ പിന്നിൽ ദൈവമുണ്ട്. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയാൽ തീർച്ചയായും മറ്റുള്ളവരൊക്കെ എന്നെ കാണും. തോമസ് വർഗീസ് സാറിൻ്റെ ആളാണ് ഈ ജോണി ചക്കാല എന്ന് പറയുമ്പോൾ എനിക്കൊരു വലിയ ഗമയാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ആളാണ് ഞാനെന്ന് പറയുമ്പോൾ എത്ര വലിയൊരു ഗമയാണ്. പ്രിയപ്പെട്ടവരെ, വരും കാലങ്ങളിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ പ്രവർത്തകരെന്നുള്ള നിലയിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. ഇനിയും എന്തെങ്കിലും ഗിദെയോൻ്റെ പ്രവർത്തനത്തിനോ മറ്റോ ഒക്കെ വരുമ്പോൾ ഈ സഭയിൽ വരുവാണെങ്കിൽ അതേറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ദൈവം ആക്കി തീർക്കട്ടെ. വരുന്ന നാളുകളിൽ ഈ സഭ ഈ നാട്ടിൽ ഉത്തരോത്തരം ഉന്നമനത്തിൽ ചെന്ന് ചേരട്ടെ. ഈ ആത്മീയ ഗോളത്തിൽ തിളങ്ങി വിളങ്ങി ശോഭിക്കുന്ന ഒരു ജ്യോതിർഗോളമായി ഈ സഭ തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.